ഹായ് എവറി വൺ, യുവർ ഡയറ്റീഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ പല ഡിസീസസ് ഇന്ന് ഉണ്ടാവുന്നുണ്ട് അല്ലേ? അതിൽ മെയിനായിട്ട് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷനൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇത് ശരിക്കും ഡയറ്റ് മാത്രമല്ല കേട്ടോ, ഇതിനൊക്കെ ഒരു കാരണം സ്ട്രെസ്സും കൂടെയാണ്, നമുക്ക് ടെൻഷൻസ്. ഈ ഇടയ്ക്ക്, അതായത് കുറേ നാൾ മുമ്പ് വരെ എല്ലാവരും ഒരുവിധം ടെൻഷൻ ഫ്രീ ആയിരുന്നു. കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ ടെൻഷൻ അടിക്കുന്നത് അല്ലേ? പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഡെയിലി ടെൻഷൻസാണ്. ഒരു ദിവസം പ്രശ്നങ്ങളില്ലാത്ത, ഒരു നോർമലായിട്ട് പോകുന്ന ദിവസങ്ങൾ വളരെ കുറവായിരിക്കും. എൻ്റെ മാത്രമല്ല, എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇതിനൊക്കെ മെയിനായിട്ട് ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യം, എൻ്റെ ഒരുപാട് ക്ലയൻസ് എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ക്ലയൻസിൻ്റെയൊക്കെ അനുഭവം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഓവർ യൂസേജ് ഇപ്പോൾ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ഡിസീസസിനൊക്കെ കാരണമാവുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് മെയിനായിട്ടൊരു ഫാക്ടർ എന്ന് പറയുന്നത്, ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഫോട്ടോസ് എല്ലാം സ്റ്റോറീസ് ഇടാറുണ്ടല്ലേ? അവർക്ക് കിട്ടുന്ന നല്ല പോയിന്റ്, നല്ല വശങ്ങൾ മാത്രമേ ഇടാറുള്ളൂ, മോശം വശങ്ങൾ ആരും ഇടാറില്ലല്ലോ. നല്ല പോയിന്റ്സ് ഒക്കെ ഇടുമ്പോൾ ഇത് ബാക്കിയുള്ളവർക്ക് അതൊരു വിഷമം ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് ഫ്രണ്ട്സ് പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഫ്രണ്ട്സൊക്കെ മിക്കവരും പുറത്തൊക്കെ പോയിട്ട്, എൻ്റെ അത്രയും കൂടെ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത കുട്ടികളൊക്കെ പുറത്തൊക്കെ പോയി അവർ നല്ല പൊസിഷനിലൊക്കെ നിൽക്കുന്നു, അവരവിടുത്തെ ഫോട്ടോസൊക്കെ ഇടുന്നു. അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ വിചാരിക്കും, ഞാൻ നാട്ടിൽ തന്നെ ഇങ്ങനെ ആയല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര വിഷമവും ടെൻഷനും ഒക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് എന്നെക്കാട്ടിയും വലിയ പ്രശ്നങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടാവും അല്ലേ? അവർ കാണിക്കാത്തതായിരിക്കും. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ വേറെ ഒരു പോയിന്റിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ, അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കുറച്ച് സമാധാനമായത്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോയെന്നറിയില്ല ഈ കണ്ണീർ കരിങ്കണ്ണ് എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ. അപ്പോൾ അതുള്ളതാണെന്നും ഇല്ലാത്തതാണെന്നും ഒക്കെ പറയുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആലോചിക്കുന്നവരുണ്ടോ എന്ന് വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയുവാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഫോട്ടോ, ആരെങ്കിലും ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കാം, ഒരു സ്റ്റോറി ആയിട്ട് ഇടുക, ഒരു കുഞ്ഞിനോ ഓമനിക്കുന്ന ഒരു ഫോട്ടോ, സ്വന്തം കൊച്ചുമായിട്ടുള്ളൊരു പാട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്യുവാണെങ്കിൽ, കുഞ്ഞുങ്ങളില്ലാത്ത ഒരുപാട് പേരുണ്ടാവും നമ്മുടെ സമൂഹത്തിൽ അല്ലേ? ഈ ഏറ്റവും വലിയൊരു വിഷമമാണ് ഈ കുട്ടികളില്ലാത്ത അനുഭവിക്കേണ്ടി വരുന്നത്. അവരെല്ലാവരുടെയും കുത്തുവാക്കുകൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ സ്ഥിരമായിട്ട് പലരും അവർ പഴിക്കുന്നുണ്ടാവും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ ആയിരിക്കും ഇവർ കടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോയോ വീഡിയോയോ ഒക്കെ ഇവർ കാണുമ്പോൾ ഇവർക്കുണ്ടാവുന്ന മാനസിക പ്രയാസം അത് ചെറുതൊന്നും ആവില്ല അല്ലേ? അപ്പം ഇങ്ങനെ ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോ നമ്മൾ പബ്ലിക് പ്രൊഫൈൽ ആണെങ്കിൽ ഒരുപാട് പേരത് കാണുന്നുണ്ടാവും അല്ലേ? പലരും വഴിയും ആണെങ്കിലും ഷെയർ ചെയ്തിട്ടോ എങ്ങനെയാണെങ്കിലും ഒക്കെ അത് കാണുന്നുണ്ടാവും. ഇത്രയും പേരുടെ ആ ഒരു മാനസിക അസ്വസ്ഥതയ്ക്ക് ഡയറക്റ്റ് അല്ലെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു കാരണമാവുന്നില്ലേ? അതാണ് മെയിനായിട്ട്. അപ്പോൾ ആ ഒരു വിഷമമാണ് നമ്മളിൽ പ്രതിഫലിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഫോട്ടോസ് ഇടുമ്പോൾ അതൊരു നെഗറ്റീവായിട്ട് നമുക്ക് തന്നെ വരുന്നത്. ചിലപ്പോൾ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട്, കുട്ടികൾക്ക് അസുഖങ്ങൾ വരുന്നുണ്ട്, ചില കുട്ടികൾക്ക് മരണമൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ പലരും പറയും സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ ഫോട്ടോസ് അവർ ഇടുമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് കണ്ണേറ് കിട്ടിയതാണെന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു കാര്യമാണ്, നമ്മൾ ഇൻഡയറക്റ്റ് ആണെങ്കിൽ പോലും മറ്റുള്ളവരുടെ മനസ്സ് വിഷമിക്കുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഒരുപാട് ഫോട്ടോസ് ഇടാറുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ എൻ്റെ കുട്ടികളുടെയൊക്കെ ഇടാറുണ്ടായിരുന്നു. അപ്പോൾ ഞാനെപ്പോഴും വിചാരിക്കുന്നത് എന്താണ് പ്രശ്നമെന്ന്. പക്ഷേ പിന്നീട് ഞാൻ ആലോചിച്ചപ്പോഴാണ് ശരിയാണ്. പിന്നെ അതുകൊണ്ട് എനിക്ക് ഒരുപാട് നെഗറ്റീവ്സ് വന്നു. അതുകൊണ്ട് മാത്രമെന്ന് വിചാരിക്കണില്ല, എന്നാലും ഒരുപാട് നെഗറ്റീവ്സ് വന്നപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ നിങ്ങളൊരു വീട് വെക്കുകയാണ്, നല്ലൊരു ഭംഗിയുള്ള വീടാണ്, നല്ല മനോഹരമായ വീട്. ആ വീട്ടിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഹൗസ് വാമിങ്ങോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടാണ്. അപ്പോൾ ബാക്കി ഒരുപാട് കുടുംബാംഗങ്ങളുണ്ടാവും നിങ്ങളുടെ കുടുംബത്തിൽ. ഇപ്പോൾ പ്രൈവറ്റ് അക്കൗണ്ട് ആണെങ്കിൽ പോലും നിങ്ങളുടെ കുടുംബത്തിൽ പലരും ഉണ്ടാവും ഒരു വീട് വെക്കാനൊക്കെ ആഗ്രഹിച്ച് മോഹിച്ച്, അവർക്ക് പണം ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ വളരെയധികം മാനസിക പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ടാവും. ഇവർ ഇത് കാണുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, അവർക്ക് അത് മനസ്സിന് ഭയങ്കര പ്രയാസമല്ലേ? കാരണം എനിക്ക് പറ്റുന്നില്ലല്ലോ, അവർ വീടൊക്കെ വെച്ചല്ലോ, ഇങ്ങനൊരു മാനസിക പ്രയാസം ഉണ്ടാവും. ഇങ്ങനെ പലരും ഇങ്ങനെ ആലോചിക്കുമ്പോൾ അത് നമുക്ക് നെഗറ്റീവായിട്ട് തന്നെ വരും. അതുകൊണ്ടാണ് നമ്മുടെ സന്തോഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രദർശിപ്പിക്കരുതെന്ന് പറയുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ എത്രത്തോളം പ്രചാരത്തിലായതുകൊണ്ടാണ് കൂടുതലും സ്ട്രെസ്സ് കൂടുന്നത് ആളുകൾക്ക്. പലരുടെയും കാണുന്നുണ്ട് അത് മെയിനായിട്ട് സന്തോഷമുള്ളൂ. ഇപ്പം നമ്മളുടെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, ഹസ്ബൻഡ് വൈഫ് തമ്മിൽ പ്രോബ്ലംസ് ഉണ്ട്,
പക്ഷെ വേറൊരാളുടെ ലൈഫിൽ ചിലപ്പോൾ അതിലും വലിയ പ്രോബ്ലം ഉണ്ടാവും. പക്ഷെ അവർ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് അങ്ങനെ ഭയങ്കര സന്തോഷിച്ച് പല സ്ഥലങ്ങളിലും പോകുന്നു, അവർ ആടി ഉല്ലസിച്ച് നടക്കുന്ന ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിരിക്കും അല്ലേ. ഇത് കണ്ട് അതില്ലാതെ ഇപ്പൊ ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇത് കാണുമ്പോൾ മാനസിക പ്രയാസം ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. അപ്പോൾ അത് നെഗറ്റീവായിട്ട് ആ ഇടുന്ന ആളുകൾക്ക് തന്നെ വരുന്നുണ്ട്. തീർച്ചയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടോ ഡയറക്റ്റ് ആയിട്ടോ ഒരാളെ വിഷമിപ്പിക്കുകയാണെങ്കിൽ, ഒരാളുടെ മനസ്സിനെ വിഷമിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തന്നെ തിരിഞ്ഞു വരും. അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ എനിക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനുള്ള കാര്യം പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഹാപ്പിയസ്റ്റ് മൊമെന്റ്സ് ഒന്നും ഇതിൽ ഇടാതിരിക്കുന്നതന്നെയാണ് നല്ലത്. അപ്പോൾ ഞാൻ ആദ്യമേ എൻ്റെ കുട്ടികളുടെയൊക്കെ ഇടുമായിരുന്നു, ഇപ്പോൾ കുട്ടികളുടെ തീരെ ഇടാറില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും ക്ലാസ്സോ അങ്ങനെ കൗൺസിലിംഗ് കൊടുക്കുന്നതോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെയാണ് ഇപ്പോൾ കൂടുതലും ഇടുന്നത്. അല്ലാതെ നമ്മുടെ ഒരുപാട് ഇപ്പോൾ വീട് വയ്ക്കുന്നതും വണ്ടി വാങ്ങുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടാതിരിക്കുന്നത് തന്നെയാണ് കേട്ടോ എപ്പോഴും ബെറ്റർ. അതുള്ള കാര്യമാണ്, അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവും. പിന്നെ അതുപോലെ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ മാക്സിമം ഒഴിവാക്കുക. ഇപ്പോൾ രാത്രിയൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഞാൻ ഒരാഴ്ചയായിട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ രാത്രി ആകുമ്പോഴത്തേനും എന്താ ഇത് നെറ്റ് അങ്ങ് ഓഫ് ചെയ്യും. നെറ്റ് അങ്ങ് ഓഫ് ചെയ്ത്, കാരണം വീട്ടിൽ ചെന്ന് കുറച്ച് കഴിയുമ്പോൾ നെറ്റ് അങ്ങ് ഓഫ് ചെയ്യും. നെറ്റ് ഓഫ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷനും കാര്യമൊന്നും വരില്ലല്ലോ. എന്നിട്ട് പിറ്റേ ദിവസം ഫുള്ള് നൈറ്റൊക്കെ നെറ്റ് ഓഫ് ആയിരിക്കും. അപ്പോൾ ബാക്കിയുള്ള ക്രിയേറ്റീവായിട്ട് നമ്മുടെ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് എന്താണെന്ന് വെച്ചിട്ട് നോക്കും. പിന്നെ കുറേ അങ്ങ് നോക്കി കഴിയുമ്പോഴത്തേനും പിന്നെ ഒരു റീല് കണ്ട് അതിന്മേ അങ്ങ് ഇരിക്കും. ഈ നെറ്റ് ഓഫ് ചെയ്യുമ്പോൾ ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ടൈം നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പിറ്റേ ദിവസം ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വരുമ്പോഴേക്കായിരിക്കും നെറ്റ് ഓൺ ആക്കുന്നത്. അപ്പോൾ കുറേ ഇങ്ങനെ മെസ്സേജ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കും. പിന്നെ ഡ്യൂട്ടി അല്ലേ, ഡ്യൂട്ടി ആയിട്ടൊക്കെ പോകും. അപ്പോൾ വലിയ സമയം കിട്ടത്തില്ല. അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യുക, കുറച്ച് സമയം മാത്രമേ ഇതിൽ സ്പെൻഡ് ചെയ്യാൻ നോക്കുക. കാരണം നമുക്കിതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ കുറേ റീല് കാണുന്നു, അവർക്ക് കുറേ ലൈക്ക് കമൻറ്റ് കൊടുക്കുന്നു, അവർക്കല്ലേ അതിൻ്റെ പ്രയോജനം. അല്ലാതെ നമുക്ക് ഇതുകൊണ്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. നമ്മുടെ ഹെൽത്ത് മോശം, കണ്ണ് മോശമാവുന്നു. അതുപോലെ തന്നെ നമുക്ക് മെൻ്റലി നമ്മൾ ഭയങ്കരമായിട്ട് വീക്കാവുന്നു. നമ്മളിതിന് വല്ലാണ്ട് അഡിക്ഷനായി പോകുന്നു. അതുപോലെ തന്നെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഹെൽത്തിനെ തന്നെ വളരെയധികം ഇത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം മൈൻഡ് ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്കും അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാം. അല്ലാത്തപ്പോൾ ഇത് മെയിനായിട്ട് ഒരുപാട് ടൈം ഇത് സ്പെൻഡ് ചെയ്ത് അതേന്നും പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഹെൽത്തിനും നമ്മുടെ മാനസിക സന്തോഷത്തിനെയും മാത്രമാണ് ബാധിക്കുന്നത്. ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഇതൊരു ഒരു ഫ്രണ്ട്ലി ടോക്കായിട്ട് എടുക്കുക, അല്ലാതെ ആരെയും ഒന്ന് പഴിചാരാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞ ടോക്കൊന്നും അല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്